കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വല്യപ്പന്മാരുടെ വല്യപ്പനെക്കുറിച്ചോ ആ തലമുറയെക്കുറിച്ചോ നമുക്കറിയില്ല എന്ന് നമ്മൾ പരിചന്തിച്ചു. ഇപ്പോൾ നമ്മൾ പരിചന്തിക്കാമെന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ മരണത്തോടെ നമ്മുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. മരിക്കുന്നയാൾക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഭാവനയിലൊന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരു അറ്റാക്ക് വന്നായിക്കോട്ടെ, എങ്ങനെയായാലും മരിക്കുമെന്ന് വിചാരിക്കുക. എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതെന്ന് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കുക. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്തബ്ധരായിത്തീരും, എന്ത് ചെയ്യണം എന്ന്. 10 മിനിറ്റിനുള്ളിൽ ഒരല്പം അയവ് അവരുടെ മനസ്സിന് വരും. അറിയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറിയിക്കും, ബന്ധുക്കളെ. എന്നിട്ട് പറയും മറ്റുള്ളവരോട് ഒന്ന് പറഞ്ഞേക്കാൻ പറയും. ഇനി ബന്ധുക്കളൊക്കെ അകലെയാണെങ്കിൽ ഒന്ന് മോർച്ചറിയിൽ വയ്ക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. നിങ്ങളൊരു ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും നിങ്ങളുടെ കുടുംബത്തെ അത് ശക്തമായിട്ട് ബാധിക്കും. കുടുംബാംഗങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരവസ്ഥയാകും. പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സാമുദായിക നേതാക്കന്മാരോ മറ്റു കുടുംബാംഗങ്ങളോ എല്ലാം പെട്ടെന്ന് ഒരുപക്ഷെ വന്നെന്ന് വരും. ഇനി അകലെയാണ് മക്കളെങ്കിൽ അല്ലെ ബന്ധുക്കൾ അകലെയാണെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നെങ്കിൽ 2 ദിവസത്തേക്ക് അത് ഈ ബോഡി ഫ്രീസറിനകത്ത് വയ്ക്കുന്നൊരു രീതിയുണ്ട്. ഏതായാലും കുടുംബത്തിൽ ഇങ്ങനൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന ചില സംഗതികൾ പറയാം. ചില അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു ചോദിക്കും, എപ്പോഴാണ് ബോഡി വീട്ടിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ശവസംസ്കാരം. അപ്പോൾ പറയുകയാണ് നാളെ ഒരു 2 മണിക്ക് എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക, ഒരു ഉദ്ദേശം. 2 മണിക്ക്. അപ്പോൾ അവരുടെ വീട്ടിലെ സംഭാഷണം അതാ, ഈ അറിഞ്ഞയാളുടെ വീട്ടിലെ സംഭാഷണമാണ്. അപ്പം നാളെ ലീവ് എടുക്കണമല്ലോ. അപ്പം ഭാര്യയല്ലേ ഭർത്താവ് പറയും, ഒരു കാര്യം ഒരു ഹാഫ് ഡേ എടുത്താൽ മതി എന്ന് പറയും. ചില ആളുകൾ പറയും, എനിക്ക് നാളെ അർജൻറ്റ് വർക്കുണ്ട്, പക്ഷേ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും. നമ്മുടെ അടുത്ത നമുക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായെന്ന് പറയുന്ന ആളുകളാണ്. ഇനി ചില ആളുകൾ പറയും, അടുത്ത ബന്ധുക്കളോ അല്ലെ ഒക്കെ പറയും, പശുവുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൂടെ പോകാൻ പറ്റില്ലല്ലോ, ഒന്ന് 2 പേരെങ്കിലും പോകണ്ടേ എന്ന് പറയും. ചില ആളുകൾക്ക് കുട്ടികൾക്ക് പരീക്ഷയായിരിക്കും, അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. ഏതായാലും ചില ആളുകളെങ്കിലും പോകാനുള്ളൊരു ക്രമീകരണം ചെയ്യും. ഇനി മറ്റു ചില ആളുകളുണ്ട്, നമ്മൾ വളരെ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന ആളുകൾ. അവർ പറയും, മരണം അറിയിച്ചതല്ലേ, ആരെങ്കിലും പോയില്ലെങ്കിൽ മോശമല്ലേ. മരണം അറിയിച്ചതല്ലേ, ആരെങ്കിലും പോയില്ലെങ്കിൽ അത് മോശമല്ലേ, ആരെങ്കിലും ഒന്ന് പോയി തല കാണിക്കണ്ടേ എന്ന്. ശരിയല്ലേ? ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി ഒരു ദിവസം കഴിഞ്ഞാണ് ശവസംസ്കാരം നടക്കുന്നതെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആളുകൾക്ക് കൊച്ചു കുട്ടികളുണ്ടാകും, പ്രായമായ ആളുകളുണ്ടാകും, അല്ലെ വിവാഹ ഇണയുണ്ടാകും. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അവർക്ക് നേരം ഭക്ഷണം 1-2 നേരം ഭക്ഷണം കഴിക്കാതെ അവരൊക്കെ വാടി തളരും. ഇനി ശവസംസ്കാരത്തിന് ചില ആളുകൾ വരുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും വരുന്നത്. അപ്പം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണാം എന്ന് പറയും. അവർ വന്നു, പെട്ടെന്ന് തന്നെ അവർ ഈ മരിച്ച ആളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, തുടർന്ന് അവരുടെ വന്ന ഉദ്ദേശം ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു എന്ന് നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങ് പോകും. കുറച്ചടുത്ത സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു സംസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരും. ചിലപ്പോൾ വീട് വൃത്തിയാക്കാൻ സഹായിക്കും, കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കും. 2 ദിവസം അടുത്ത ബന്ധുക്കളാണ് 1-2 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ട് അവരങ്ങ് പോകും. ഈ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ, ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും, അവർ 2 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് TV ഒന്നും വെക്കില്ല, സീരിയൽ വെക്കില്ല, ഇറച്ചി കൂട്ടത്തില്ല, മീൻ കൂട്ടത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് വാർത്തയൊന്ന് വെക്കും,
അമ്പലത്തിൽ പോകേണ്ടവർ അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോവും, പിന്നെ ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോവും. ജോലി ഇല്ലാതിരുന്ന ആളുകൾ മക്കളെ വളർത്തണമെങ്കിൽ അടുത്ത ജോലി കണ്ടുപിടിക്കാൻ പോവും. അവരവരുടെ അനുദിന ജീവിതത്തിലേക്ക് പോകും. കുറച്ച് ദിവസം അവർക്കൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും തുടർന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ അവരവരുടെ ജീവിതത്തിലേക്ക് പോകും. നമ്മളവരുടെ ജീവിതത്തിൽ എല്ലാമായിരുന്നു. ഒരു കാലത്ത് നല്ല ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭാര്യയായിരുന്നു, നല്ല സൗകര്യമായിരുന്നു, അല്ലെങ്കിൽ നല്ല മക്കളായിരുന്നു. പക്ഷേ ഇതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ മരണത്തോടുകൂടി ഇവർ എല്ലാം സാവധാനം നമ്മളെ മറന്നു പോകും. ചിലപ്പം ഒരു വർഷത്തേക്കൊക്കെ ദുഃഖം ഉണ്ടാകും. ഇനി ചെറുപ്പക്കാരാണ് അത് ആണെങ്കിൽ ഒരുപക്ഷെ അവരൊരു പുനർവിവാഹം നടത്തിയെന്ന് വരും. അല്ലെങ്കിൽ മക്കളാണെങ്കിൽ അവർ കുടുംബമായിട്ട് അവർ പോവും. ഈ മാതാപിതാക്കളുള്ള ഒരാളാണ് മരിക്കുന്നതെങ്കിൽ അതിജീവിക്കുന്ന അല്ല മരിക്കാതെ നിൽക്കുന്ന അമ്മയോ അപ്പനെയോ അവരെ എങ്ങനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, ആര് സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അവർ മാസങ്ങൾ കഴിയുമ്പോൾ ഇറച്ചിയായി മീനായി സിനിമയായി അവരവരുടേതായ ലോകത്തിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചിന്തിച്ചാലും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മരണത്തോടു കൂടി നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ സാവധാനം മറക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വല്യപ്പന്മാരുടെ ചരിത്രം നമ്മൾ പരിഗണിച്ചു. അതുപോലെ നമ്മുടെ ഈ തലമുറയും നമ്മളും ഒക്കെ ഈ നീങ്ങിപ്പോകും. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ സാവധാനം നമ്മളെ മറക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളുടെ ജീവിതം എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ കൊണ്ടുപോവുക. നാളെ നമുക്കെല്ലാ ആളുകൾക്കും മരണം ഉണ്ടാകും. ആ ഒരു ചിന്ത നമ്മുടെ നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നമ്മളെന്നും ഇതേ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കരുത്. നമ്മുടെ വല്യപ്പന്മാർക്ക് ഒക്കെ സംഭവിച്ചത് തന്നെയാണ് നമുക്കും സംഭവിക്കുന്നത്. ഇപ്പോഴൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് വെക്കും. ഇപ്പോൾ മൊബൈൽ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത്. അതൊക്കെ ഡിലേറ്റായിട്ട് പോകും. നമ്മുടെ കൊച്ചുമക്കളോ അവരൊന്നും സാവധാനം നമ്മളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് നമ്മുടെ യാഥാർത്ഥ്യത്തെ ബോധത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക. അതാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും സന്തോഷം നൽകുന്നത്.